ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം രാവിലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് നേരമായി ഞങ്ങൾ രാവിലെ ഒന്ന് പുറത്ത് പോയി. ഇപ്പോൾ ചോറ് തിളപ്പിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചായ ഇനി മരപ്പയർ എന്നൊക്കെ പറയുന്നത് നല്ല ഫ്രഷ് പയറാണ്. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തതാണ്, ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് വെച്ച് പയറാണ്. അത് ഫ്രഷാണ്, അതുകൊണ്ട് കഴുകി വെച്ചിരിക്കുന്നത് ഫ്രഷാണ്. ആ പയറിൻ്റെ ചെടി ഇവിടെ തന്നെ കാണാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പയറാണിത്. ഇതാണ് നമ്മുടെ ആ പയർ. ഞങ്ങൾക്ക് ഇവിടുന്ന് കൈയെത്തിച്ച് പറിക്കാറേ ഉള്ളു. മെഴുക്ക് പുരട്ടിയും രസമാണ്. രസം വെക്കണം എനിക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് തരേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രഷ് ഓർഗാനിക് അമരപ്പയർ നല്ല ടേസ്റ്റാണ് ഈ പയറിന്, ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഇതിനു മുമ്പ് ഒരു ദിവസം എന്ത് ചെയ്താണ്, നമ്മൾ കറി വെച്ച് കഴിച്ചതാണ്. നല്ല രുചിയാണ്. അന്ന് ഈ പയറിൻ്റെ കൂടെ മത്തനും കൂടെ ഇട്ടിട്ടാണ് വെച്ചത്. നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ്, ഇന്ന് ഇത് തന്നെ ആയിട്ട് എന്ത് ചെയ്യണം, ഉള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെ ഒരു സവാള. ഇതിപ്പോൾ ഇത് മുഴുവനും ഞങ്ങൾക്ക് വേണ്ട, കുറച്ച് ഞാൻ എടുത്തിട്ട് അങ്ങനെ തന്നെ വെക്കും. ഒരു അരിഞ്ഞിട്ട് അത് എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ എനിക്ക് വെക്കാം. അത്ര മുഴുവൻ വേണ്ടി വരില്ല, 2 നേരത്തേക്ക് എടുക്കാം. ഇത് തീർന്ന് ഇനി കുറച്ച് കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, തീർന്ന് ഇനി കുറച്ചേ ഉള്ളൂ. കുറച്ച് എനിക്ക് മുഖത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ബാക്കി ഞാൻ എന്ത് ചെയ്യാം, ഇത് ഓർഗാനിക് പപ്പായ. ഇതും എല്ലാം ഫ്രഷാണ്, തോട്ടത്തിലുള്ള. ഇവിടെ ഒന്നും ആരും അങ്ങനെ കഴിക്കത്തില്ല, ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ഫുള്ളാ തോട്ടം. അതെ, ഞങ്ങൾക്ക് ആരെന്ത് വെച്ചാലും തരും. അതാണ് ഇവിടുത്തെ ആളുകൾ അല്ലേ. ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് 2 എണ്ണം കൊണ്ടുവന്നു. അതാണത്. അത് ഈ ബാക്കിയുള്ളത് മുഖത്തൊക്കെ എന്ത് ചെയ്യാം. പച്ചമുളക്, സവാള, ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ച ചെറിയൊരു ലൈഫ്, സമാധാന ലൈഫ്. ഞങ്ങൾക്ക് ആരോടും പരിഭവവും പരാതിയും ഒന്നുമില്ല. എല്ലാവരും സന്തോഷം. വാഴക്കായി ഞങ്ങൾ കറി വെച്ചതാണ്. ബാക്കി അവിടെ കിടന്ന് പഴുക്കാൻ തുടങ്ങി. ഞാൻ ഒരു പ്രാവശ്യം വെച്ചു, ഒരു പ്രാവശ്യം സാമ്പാറും വെച്ചു. അതും തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്താണ്, ഇത് തോട്ടത്തിൽ നിന്ന് ഒരു കൊലപ്പഴം എനിക്ക് തന്നതാണ്. പച്ച. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. കുറച്ച് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത് ബാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അത് ഞാൻ എന്ത് ചെയ്ത് സാമ്പാർ വെച്ചു. നല്ല ടേസ്റ്റ്. ഒരു പ്രാവശ്യം മെഴുക്കുവരട്ടി. പിന്നെ ബാക്കി ഉള്ളതാണ് അത്. ഇനി അതിനകത്ത് പച്ച ചെറുതുണ്ട്, അത് വേണമെങ്കിൽ എന്തെങ്കിലും മെഴുക്കുവരട്ടിയൊക്കെ വെക്കാം. ഇന്ന് എന്നും ഒരു കറി തന്നെ കൊള്ളത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് മാറ്റി പിടിച്ച് ഞങ്ങൾ രസം, അമരപ്പയർ, പപ്പടം. സൂപ്പറാ, ടേസ്റ്റിയാ. നമ്മൾ ലഘുവായിട്ടുള്ള ജീവിതം, സമാധാനത്തിന്റെ പരമായ ജീവിതം, ശാന്തി. അതായത് ടി വിയിലൊക്കെ യൂട്യൂബ് ചാനൽ കാണാവുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വിയിലൊക്കെ ഇരുന്ന് കാണാം. യൂട്യൂബ് ചാനൽ ദേവലോകം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വിയിൽ എന്ത് ചെയ്യും, യൂട്യൂബ് കണക്ഷനുള്ള ടി വി ആണ് ഇപ്പോൾ ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇന്ന് രാവിലെ കണ്ട്, എനിക്ക് ഇങ്ങനെ ടി വിയിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് കണ്ട്. അപ്പോൾ എനിക്ക് ഹാപ്പി, ശാന്തിയായി, ഞാൻ ഫേമസ് ആയി, ഞാൻ സെലിബ്രിറ്റി ആയി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല 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 കഴിവുകളുണ്ടായിരുന്നു. കഴിവിൻ്റെ വെച്ച് നോക്കി ഞാൻ ഇവിടെ ഒന്നും ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല. ഞാൻ ഒരു നല്ല നിലയിലേക്ക് എന്ത് ചെയ്യണമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയാണ്. പക്ഷെ നമ്മുടെ തലവരെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോകണമെന്നായിരിക്കും. അതുകൊണ്ട് എൻ്റെ എന്താ പറയാ, ഇത് എന്തായിരുന്നോ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഓരോന്നും തരണം ചെയ്തു. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഓരോരോ പ്രതിസന്ധികളും ഞങ്ങളെ കൊണ്ട് ആരെയും കൊണ്ടും പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്ത് വന്നതാണ്. ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റിയുള്ള സിസ്റ്റമൊക്കെ നമ്മൾ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്കായത്.
മറ്റേ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു. ഞങ്ങൾ റൂം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു കുഞ്ഞു മുറിയാണ് നമ്മൾ ഫസ്റ്റിലെടുത്തത്. ചാണകം മെഴുകുന്ന ഒരു റൂമാണ്. അവിടെ ഞങ്ങൾ 1 മാസത്തോളം എന്ത് ചെയ്തു, ഞങ്ങൾ ആ മുറിക്കുള്ളിൽ തന്നെ താമസിച്ചു, ആഹാരമൊന്നും വെക്കാതെ എല്ലാം അതിൽ തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വേറൊരു വീടെടുത്തു. അതും ചാണകം മെഴുകുന്ന ഒരു വീടായിരുന്നു, ഒരു ഇതായിരുന്നു. അത് അങ്ങനെ ഓരോ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇവിടം വരെ എന്ത് ചെയ്തത്, എത്തിയത്. ഇനിയിപ്പം ഉടനെ തന്നെ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം കേരളത്തിലെ സാധനങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യണം, ഞാൻ കടക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എന്ത് ചെയ്യണം, എനിക്ക് കൊണ്ടുവരണം. ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നലെ ഫാദറിൻ്റെ ആണ്ടായിരുന്നു, പോയി ഞങ്ങൾ ബലിയെല്ലാം ഇട്ട് വന്നു. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പിടിച്ചിരുന്ന എന്താ ആ ഫാദറിൻ്റെ മരണത്തോടു കൂടി ഞങ്ങൾക്ക് അതിന് മുമ്പ് തൊട്ട് ചെറുതായിട്ട് ഞങ്ങൾക്ക് വന്നിരുന്ന കഷ്ടകാലങ്ങളായിരുന്നു. അതെല്ലാം ഇന്നലെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പൂർത്തീകരിച്ചു. പോയി ഞങ്ങൾ ബലിയൊക്കെ ഇട്ട്, നല്ല ബലിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ബലി. അത് നല്ലവണ്ണം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നല്ലവണ്ണം എന്ത് ചെയ്യും, എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നൊക്കെ. ഞാൻ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമമായിരുന്നു, എങ്ങനെയാവുമെന്നൊക്കെ ഓർത്ത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്തു, എനിക്ക് ബലി കൊടുക്കാനും ഒക്കെ പറ്റി. വളരെ 2 ദിവസം മുമ്പ് ഈ ബലിയുടെയൊക്കെ ചടങ്ങിനും 2 ദിവസം മുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. ഇന്നലെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ജീവിതം സന്തോഷമായിട്ട് പോകുന്നു അല്ലേ കണ്ണ? എന്താ പറയാനുള്ള എല്ലാരും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുക. സൂപ്പർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ, ഓർഗാനിക് പച്ചക്കറികളൊക്കെ കാണുമ്പോൾ കണ്ണൻ എപ്പോഴും ആഗ്രഹമായിരുന്നു ഉടനെ വെക്കണം. അതെന്താണെന്നറിയാമോ, നമ്മള് എപ്പോഴും കടകളിൽ നിന്നാണല്ലോ കൂടുതലും പച്ചക്കറികളൊക്കെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ തോട്ടത്തിലൊക്കെ കാണുമ്പോൾ അത് പറിച്ച് അത് കഴിക്കുന്നത് അതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ അതൊരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാനിത്. അതെ, ഓർഗാനിക്കാണ്, ഒറിജിനലി വിഷം ഒന്നുമില്ലാണ്ട് നല്ല രീതിയിൽ നല്ല ചാണകവും എന്താണ് അതിന്റെ പേര്, കത്തിച്ച ചാരവും ഇട്ട് ആട്ടുംകാട്ടൊക്കെ ഇട്ട് വളർത്തണ ഓർഗാനിക്കാണ്. റിയൽ ആട്ടുംകാട്ടം, ഓർഗാനിക് പപ്പായ. അടുത്ത വീഡിയോയില് പപ്പായ കാണിച്ചു തരാം. അതിനെന്തോ പേര് പറയില്ല, വേറെ അത് നമ്മുടെ വിദേശനം പപ്പായാണ്. അത്ര ഭയങ്കര രുചിയുണ്ട്. നമ്മൾ തേൻ വരിക്ക ചക്കയൊക്കെ കഴിക്കൂല എന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. വക്കോലെടുക്കാൻ മറന്നുപോയി. രസം വെക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇടുമ്പോ ഒരു ടേസ്റ്റ് ആണല്ലേ രസത്തില്. മല്ലിച്ചപ്പാണ് വേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ എന്താണ് പച്ചക്കറി സാധനങ്ങളൊക്കെ അരിയുമ്പോൾ ഇങ്ങനെ ഈ ഡസ്പാനിലേക്ക് എന്ത് ചെയ്യും, എല്ലാം ഇങ്ങനെ ആക്കും. അപ്പോൾ പിന്നെ എനിക്ക് എക്സ്ട്രാ പിന്നെ ഒന്നും എന്ത് ചെയ്യണ്ട, വാരേണ്ട ആവശ്യമില്ല. അടുക്കളയിൽ നീറ്റായി കിടക്കും. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഞങ്ങൾ രാവിലെ ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ട് അങ്ങ് വന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വെറും ചായയും റസ്കൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ വന്നിട്ട് ഒന്നും കൂടെ ചായ ഇട്ട്, ഇനി കുറച്ച് ചായ ഇരിപ്പുണ്ട്. എന്തായാലും ഇനി വൈകുന്നേരം എന്ത് ചെയ്യാം, അത് കുടിക്കാം. പാലൊന്നും വാങ്ങിച്ചില്ല. പാല് ഞങ്ങൾക്ക് വൈകുന്നേരം ഇതിലെ കൊണ്ടുവരും, പാലാൾ കൊണ്ടുവരും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, പാല് വാങ്ങിച്ചിട്ട് വൈകുന്നേരവും ചായ ഇടും, രാവിലെ അത് ചായ ഇടും. ഇത് എന്താ പറയാ, അങ്ങനെ എന്താ പറയാ, അത് തന്നെ പാല് മേടിച്ചിട്ട് രാവിലെ വൈകുന്നേരം ചായ ഇടും, രാവിലെ ചായ ഇടുന്നത്. വൈകുന്നേരവും ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പാല് മേടിച്ചില്ല. അപ്പോൾ രാവിലെ ഇവിടെ 10 രൂപയ്ക്ക് നമുക്കൊരു ചെറിയ പാക്കറ്റ് പാല് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ചായ ഇടാനായി. അപ്പോൾ അങ്ങനെ 10 രൂപയുടെ പാല് വാങ്ങിച്ച് ഞങ്ങൾ രാവിലെ എന്ത് ചെയ്ത് ചായ ഇട്ട് കുടിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം പാലൊക്കെ വാങ്ങിക്കും.
ഇങ്ങനെ പോകുന്നു. വെജിറ്റേറിയൻ തന്നെ നമ്മുടെ നാട്ടില് 10 രൂപക്ക് പാല് കിട്ടും. ചിലപ്പോ കിട്ടും. എവിടെ കിട്ടാൻ? കിട്ടത്തൊന്നുമില്ല. 10 രൂപ 1/2 ലിറ്റർ 30 രൂപ കൊടുക്കും. ഇവിടെ 10 രൂപക്ക് കിട്ടും പാല്. എന്തായിട്ടാ ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പ്രത്യേക ടേസ്റ്റ്. ചെറിയുള്ളി എല്ലാത്തിനും നല്ല ടേസ്റ്റ്. രസത്തിനും മാത്രമല്ല എല്ലാ കറിക്കും. നോൺ വെജ് കറികൾക്കൊക്കെ ആണെങ്കിലും ചെറിയുള്ളി മെയിൻ ആണ്. എനിക്ക് ചെറിയുള്ളി ചമ്മന്തി ഇങ്ങനെ റെഡിയാക്കൂല്ലേ, കപ്പയൊക്കെ വെച്ച് നമ്മൾ കപ്പ മേടിക്കണം. ഞാനിന്ന് നമ്മ വന്ന വഴി കണ്ടില്ലേ, കേരളത്തിലെ നമ്മ എപ്പോഴും കപ്പയൊക്കെ വാങ്ങിക്കും. വരുന്ന വഴി നമുക്ക് കപ്പ ഉണ്ട്, അത് വാങ്ങണം. ഒരു പ്രത്യേക രുചിയാണത്. പണ്ട് അമ്മയൊക്കെ തരുമായിരുന്നു കപ്പ ചമ്മന്തി. പഠിക്കാൻ പോയി വന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. പണ്ട് ചീനിയും ഒക്കെ തിന്നവര് ഇന്നും നല്ല ആരോഗ്യമായിട്ട്. ഇന്ന് അതൊക്കെ റിയൽ ഇപ്പൊക്കെ കുറെയൊക്കെ കെമിക്കലായി. കുറേന്നല്ല, ഒരു 99% കെമിക്കൽസ് ആണ് വരുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സിലൊക്കെ. പക്ഷെ നമുക്കിതൊരു ഭാഗ്യം തന്നെയല്ലേ, ശാന്തിയാണ്. ഓർഗാനിക് പച്ചക്കറി. അത് കായം എന്തെന്നാ അതെനിക്കറിയില്ല. കായം അത് അറിയില്ല. ഉണ്ടാവുമല്ലോ എല്ലായിടത്തും കായം. ഇപ്പൊ കായത്തിന് നമുക്ക് എന്തേലും അതിടുക, കുരുമുളക് ചതച്ചിട്ടാ പോരെ. അല്ല അതില് മിക്സ്ഡ് മസാല ഉണ്ടല്ലോ, പറ്റില്ല. ഓ, കായം കാണുന്നതിന് മുമ്പ് രസം വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടാവുക. ചക്കൻ ഇത് കഴിഞ്ഞിട്ടൊന്ന് ശാന്തിയായിട്ടൊന്ന് ഇങ്ങനെ ചതച്ച് ഞങ്ങളെ സാധനങ്ങളൊക്കെ അവിടെ അല്ലേ, അപ്പൊ നമ്മ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ചതച്ചെടുക്കും. കുറച്ച് കേടാ. തക്കാളി തീർന്നു, തക്കാളി വാങ്ങണം. ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക്. അപ്പൊ ഞാനിത് എത്തി ഇത് കഴുകണം. അപ്പൊ ആദ്യം പപ്പടം പറഞ്ഞു. ഇല്ല, രസം വെച്ചിട്ട് ഞാൻ ചട്ടി കഴിത്തരും. അപ്പൊ അത് എന്തിലേക്ക് മാറ്റും? രസോ മറ്റേ പാത്രമില്ലേ, ഇവിടെ വേറൊരു പാത്രം. ചെറിയ കടുകാണ്, ഇതാണ് ഇവിടുത്തെ കടുക്. വെളിച്ചെണ്ണ എന്ത് ചെയ്യാം ഒഴിക്കാം. ഇത് നല്ല നാച്ചുറലി ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണയാണ്, ഫ്രഷ് വെളിച്ചെണ്ണയാണ്. എല്ലാം ഓർഗാനിക്കാണ് ഞങ്ങൾ യൂസ് ചെയ്യണം. കട 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 പൊട്ടട്ടെ. കടുക് കട 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 പൊട്ടിക്കട്ടെ. വേറെ പാത്രങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഇലയിലരിഞ്ഞതാണ്. ഇലയിലോട്ട് പാത്രമൊക്കെ കുറച്ച് ഇവിടെ വെറുതെ മേടിക്കുന്നുണ്ട്. എല്ലാം മേടിച്ച് വെറുതെ വേസ്റ്റ് ആവും. നമ്മൾ കുറച്ച് മേടിച്ചു. എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കും. കുറച്ച് നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം വേണം തക്കാളി ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കും. ഈ കറിവേപ്പില ഇട്ട്
തക്കാളി. ഇനി അതിനിടയ്ക്ക് എങ്ങനെ ആവട്ടെ ഇട്ട് കൊടുക്കാം. കൊഞ്ചം ഉപ്പിട്ടോ, വേണമെങ്കിൽ പിന്നെ എടുക്കാം. ഉപ്പിട്ടിട്ട് നമ്മൾ ഇങ്ങനെ പതിയെ മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചു അതൊന്ന് വേവട്ടെ. നോക്കാം വെള്ളമാണ് ഒന്ന് തിളക്കിട്ടാണ്. പുളിയാണ് ഇവിടെ. പുളിക്കോ മറ്റുള്ളതിന് ഒന്നിനും ഒരു ശമനം. എനിക്ക് അതിൻ്റെ നാരിതാ എന്തിനു വെക്കാണ്. പണ്ടൊക്കെ ഇങ്ങനെ പുളി തിന്നു, ഇതൊക്കെ തിന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊക്കെ ഭയങ്കര കാണുമ്പോ തന്നെ പല്ല് പുളി. നീ നോക്ക് നല്ല പുളിയുടെ നാടൻ നാരാണ്. മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി. ഈ നാര് നമുക്ക് ഉണ്ടെങ്കിൽ ഈ പുളിയുടെ നാര് കൊണ്ട് തന്നെ നമുക്ക് ആർട്ട് പരമായിട്ടുള്ള കലകൾ രൂപീകരിക്കാം. കുരുമുളക് ഇടും. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. കുറച്ച് മതി. നാടൻ മുളക് ആട്ടിയ, അതായത് അരച്ച, എങ്ങനെയാ പറയണ, മുളക് പൊടിച്ചതാണ്. നല്ല എരിവാണ്, സൂപ്പറാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിയിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് അങ്ങനെ വെക്കും. നല്ല ഫ്രഷ് പുളി. കുറച്ച് മതിയല്ലേ? ഒന്ന് ഇളക്കി ഇളക്കണം. പതിയെ മേത്ത് വേണം. നല്ല അടിപൊളിയായിട്ട് വരും. നാടൻ കുരുമുളക് കുറച്ച് ഇടുന്നുള്ള. കുറച്ച് എരിവുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ പിന്നെ ഇടാം. എന്നിട്ട് തിളക്കണുണ്ട്. തിളയ്ക്കുന്ന സമയത്ത് ഈ മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞിടാൻ പോവാം. തണ്ടൊക്കെ ഞാൻ ഇടുവാണ്. അത് ഇറങ്ങട്ടെ. നല്ലോണം ഫ്രഷാണ്, ഓർഗാനിക്കാണ്. വാടിപ്പോയി, പക്ഷെ വെള്ളത്തിലിടാൻ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നന്നായിട്ടിരുന്നത്. പക്ഷെ ഞാനത് മറന്നുപോയി. പക്ഷെ നല്ലതാണ്. ഉപ്പൊക്കെ നോക്കണം, ചെക്ക് ചെയ്യട്ടെ. ടെസ്റ്റ് അടി. ഓക്കെ എന്ന് പറയാനായിട്ടില്ല. എന്നാലും കുറച്ചും കൂടെ വെള്ളം വേണ്ട, പുളി കഴിക്കണം. എങ്ങനെ എന്താ പറയാ, പുളി എന്ത് ഭാഷയല്ലേ അത്? പുളി ഇങ്ങനെ എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കാം. എൻ്റെ ചേട്ടൻ പറയുന്നത് ഗ്ലഞ്ചം ഇങ്ങനെ എന്ത് ചെയ്യാം, കിസിക്കി പുളി നോക്കുക, ഇടുക. ഒഴിക്കൂ കുട്ടി. ഇല്ല, കുറച്ചും കൂടെ. അധികം പുളിയിട്ട് കഴിക്കണം. ഞങ്ങളുടെ രസം എന്ത് ചെയ്തു? ഞങ്ങളുടെ രസം അടിപൊളിയായി, സൂപ്പർ രസം. നല്ല കുത്തരി ചോറാണ്. നമുക്ക് കേരള അരി കിട്ടി. ഞങ്ങൾക്ക് കേരള അരി കിട്ടി. കുത്തരിയാണ്, കുത്തരി. നല്ല കുത്തരി ചോറും രസവും അമരപ്പയർ തോരനും പപ്പടവും അച്ചാറും ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം. സൂപ്പർ ക്വാളിറ്റി. നിങ്ങളെല്ലാവരും ഇതേപോലെ സമാധാനമായിട്ട് ഫാമിലി ആയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികളൊക്കെ ആയിട്ട് ഇതേപോലെയൊക്കെ എൻജോയ്മെൻറ്റ് സമാധാനമായിട്ടൊക്കെ ജീവിക്കണം. ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ പറ്റിക്കാനോ ഒന്നും നടക്കരുത്. കാരണം ഇപ്പോൾ കേരളത്തിൽ ഓൾറെഡി സമാധാനം പോയി, അക്രമം ഭയങ്കരമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനെ മറന്ന് ഒന്നിലേക്കും പോകരുത്. ദൈവത്തിനെ മറന്നു പോയാൽ നമ്മൾ നെഗറ്റീവിലേക്ക് പാസ് ചെയ്യും, പിശാചിൻ്റെ അടുത്തിലേക്ക് വരും. നിങ്ങൾ ചിന്തിക്കേണ്ടാവും ഞാനിതൊക്കെ പറയുമ്പോൾ ഓൻ വലിയ മാന്യനാണ്. ഞാൻ മാന്യനെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റേതായ ജീവിതം, എൻ്റേതായ കുടുംബം, എൻ്റെ ജോലി പരമായിട്ടുള്ള ജീവിതം. പക്ഷെ ഞാൻ ആരെയും ദ്രോഹിക്കാറുമില്ല, ആരെയും
ആക്രമിക്കാറില്ല, ആരെയും പറ്റിക്കാറില്ല. ഞാൻ എൻ്റെ കുടുംബജീവിതമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ആളാണ്. എന്നെ ദ്രോഹിച്ചാലും ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകാറില്ല. അതുപോലെ എൻ്റെ ഭാര്യയും. മനസ്സിലായോ? ചക്കുവിനെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ പ്രതികരിക്കും. അവൾക്കത് മൈൻഡാണ്. ഞാനതല്ല, ഞാൻ വളരെ ശാന്തമായിട്ട് നിൽക്കും. എനിക്ക് താങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴും എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്നെ സേവ് ചെയ്യണം, എന്നെ നോക്കണം, എൻ്റെ കാര്യങ്ങളിലെല്ലാം ഞാൻ നോക്കും. അപ്പം കേരളത്തിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട മുതലാണ്. കണ്ണ് എനിക്ക് അതിനകത്ത് വാങ്ങി തന്നിരിക്കുന്നതെന്ന് പറയാനായിട്ട് ഒരു ചായ വെച്ച ചെരുവ, ബാക്കി എല്ലാം ഞാൻ എന്ത് ചെയ്ത് കഷ്ടപ്പെട്ടാണ്. പിന്നെ ഇപ്പം ഇവിടെയുള്ള ഈ കലം, നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റ്, അതൊക്കെ എനിക്ക് കണ്ണ് വാങ്ങിച്ചു തന്നാണ്. ബാക്കി അവിടെ കിടക്കുന്ന വാഷിംഗ് മെഷീൻ, കട്ടില് അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും എൻ്റെ കഷ്ടപ്പാടാണ്. എന്നുവെച്ചാൽ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചതാണ് ഓരോ മുതലും. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്രയും കാലത്ത് എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കണം, എൻ്റെ ചെലവ്, എൻ്റെ ഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും തനിയെ മാനേജ് ചെയ്തിടണം. ആരും എന്നെ സഹായിച്ചിട്ടില്ല. ഇപ്പോഴാണ് കണ്ണ എന്നെ എന്ത് ചെയ്യുന്നത് നോക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇപ്പോഴാണ് എനിക്കൊരു ശകലം തണൽ എന്ത് ചെയ്തത് ലൈഫിൽ വന്നു. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ആരുടെയും ഭീഷണിയോ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഞാൻ വിടൂല, കണ്ണനും വിടൂല. പക്ഷെ കണ്ണൻ മാക്സിമം എന്നെ കഴിഞ്ഞ് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ക്ഷമിക്കും. പക്ഷെ ഞാൻ ക്ഷമിക്കും, കുറേ ക്ഷമിക്കും. പിന്നെ എന്ത് ചെയ്യും, എനിക്ക് ലാസ്റ്റ് എൻ്റെ ക്ഷമ തനിയെ എന്ത് ചെയ്യും, പോവും. അപ്പം ഞാൻ പരമാവധി രസം തിളച്ചു വരുന്ന നെഗറ്റീവുള്ള ആളുകളിൽ നിന്ന് ഞാൻ ഒഴിവാകാറുള്ളു. കാരണം എനിക്ക് താല്പര്യമില്ല അതിനോട്. നമ്മുടെ രസം തിളക്കും. അപ്പം ഞങ്ങളുടെ രസം പോലെ തിളക്കുന്നു. ഓക്കെയാ? എനിക്ക് നോക്കട്ടെ, ടെസ്റ്റ്. ഇത്തിരി ലേശം ഉപ്പ് വേണം, ലേശം ഉപ്പ്. ലേശം ജോയിന്റ് ചെയ്യാം. ഓക്കെ, ജോയിന്റ്. ഓക്കെ, ലേശം പിന്നെ മതി. അതുള്ളതാണ് നിനക്ക്. ഇവൾക്ക് ലേശം പറയുമ്പോ ഇവള് പിന്നെ എന്ത് ചെയ്യും, ലേശായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ എൻ്റെ ആ സമയത്തെന്ന് പറഞ്ഞ പ്രായം നല്ല, എനിക്കൊരു 10-19 വയസ്സ് തൊട്ട് ഞാൻ കഷ്ടപ്പെട്ട്, അതിനിടയിൽ കുറേ സാധനങ്ങൾ എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വാടക വീടും പരിപാടിയൊക്കെ ആയതുകൊണ്ട് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കറണ്ട് അടുപ്പ്, എൻ്റെ ഡ്രസ്സുകൾ. ഒരു പ്രാവശ്യത്ത് ഇങ്ങനെ വീട് എൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്തു വേറൊരു പെണ്ണ് അപ്പുറത്തങ്ങോട്ട് തൂങ്ങിച്ചെത്തുന്നു കൊണ്ട് അവർ എൻ്റെ ഡ്രസ്സുകൾ കംപ്ലീറ്റ് എൻ്റെ കൂടെ എടുത്ത്, അങ്ങനെ പല നഷ്ടങ്ങൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലൈഫിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഞാൻ പിന്നെയും കഷ്ടപ്പെട്ട് ഒന്ന് പോകുമ്പോഴത്തേനും മേടിച്ച് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ചെന്ന് പറയുമ്പോൾ എനിക്കിട്ട് കയറി മേയാൻ വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്കിട്ട് കയറി കൊത്താൻ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ മാക്സിമം ഞാൻ എല്ലാവരെയും സഹായിക്കും, എല്ലാവരെയും ഞാൻ സ്നേഹിക്കും, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെ കൊടുക്കും. പക്ഷെ കാര്യത്തിൻ്റെ അടുത്ത് വരുമ്പോൾ എന്നാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഞാൻ ആരാണേലും, സ്വന്തം ആണേലും ബന്ധമാണേലും ഞാൻ വിടൂല. അതാണ് എൻ്റെ കാര്യം. പതിയൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് ചട്ടി ചട്ടിക്കൊരു ചേഞ്ച് കൊടുക്കും. മുതലും ഓരോന്നും ഒരു സ്പൂണ് പോലും എനിക്ക് ഇല്ലാണ്ടിരുന്ന സമയം ആരും തന്നിട്ടില്ല. എനിക്ക് ഒരാളും തന്നിട്ടില്ല. എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ പറയും അതെനിക്ക് പിന്നെ കൊണ്ടു തരണോ, അങ്ങനെയാണ് എൻ്റെ ഫാമിലിയൊക്കെ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് ഇന്ന് കേരളത്തിനകത്ത് കിടക്കണം. എനിക്ക് ഓരോ ദിവസവും ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെ ഹാപ്പിനെസ് എടുക്കുമ്പോഴും എൻ്റെ മനസ്സ് മൊത്തം എന്ത് ചെയ്യുന്ന അവിടെയാണ്. ശരീരം എവിടെയാണെങ്കിലും മനസ്സ് അവിടെയാണ് എൻ്റെ. അപ്പോൾ എനിക്കത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അതിനുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ആയിട്ടുണ്ട്. ഇനി അത് എടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കത് അപ്പം നമ്മുടെ രസം എന്ത് ചെയ്തു, തിളച്ചു. അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഉള്ളിയും കൂടെ മുളക് ഞാൻ അരിഞ്ഞിട്ട്, സവാളയും കൂടി ഇതിനകത്തോട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് നമുക്കിതൊന്ന് മെഴുക്ക് വരട്ടിയെടുക്കണം. കത്തി എത്ര നല്ല കണ്ടീഷനല്ലേ, അതുകൊണ്ടാണ്.
വാട്ടിയെടുക്കണം. അമരപ്പയർ ഭയങ്കര നല്ല പോഷകമുള്ള ഒരു പയറാണ് ഇത്, അമരപ്പയർ. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. എന്ത് ചെയ്യാം, ആവശ്യത്തിന് മാത്രം. കടുക് എന്തിനും ഞാൻ ഇടും, മെഴുക്കൊക്കെ വെച്ചാലും ഇടും. കടുക് ഇട്ടാലേ എനിക്കൊരു സമാധാനം. അപ്പോൾ അമരാവതി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഇളക്കുക. നമുക്ക് ഉപ്പിടണം. ഉപ്പ് ഇട്ട് പഞ്ചം കൊണ്ടിടാം. വേണമെങ്കിൽ പിന്നെ ചെയ്യാം. കൂടിയില്ലേ പിന്നെ ഇടാനും ശരിയാ, കൂടി പോയാലും ചെയ്യാൻ പറ്റില്ല. നല്ലോണം വാടത്തെ വാടത്തെ. പയറിൻ്റെ പച്ചമണം. അപ്പോൾ ഞാൻ ക്ഷീണിതയാണ്. എനിക്കിനി കുറച്ച് നേരം ഇരിക്കണം. ചോറ് കറിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഐഡിയ. പക്ഷെ 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ അല്ലേ ഞാൻ ചോറും കറി വയ്ക്കാൻ? 10 മിനിറ്റാ? ആ 15 മിനിറ്റ് ആയതുപോലെ എനിക്ക് തോന്നുന്നു. അരമണിക്കൂർ കഴിഞ്ഞ്. ആണോ? അപ്പം എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ എല്ലാവരും കാണുക. മാക്സിമം എന്നെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നെ 7000-ൽ നിന്ന് എന്ത് ചെയ്യണം, അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകണം എനിക്ക്. അപ്പോൾ അതിൽ തന്നെയാണ് എന്നുവെച്ചാൽ കുറേ ദിവസം നമ്മളിപ്പോൾ യാത്രയൊന്നും ചെയ്യാത്തതുകൊണ്ട് വീഡിയോ കുറച്ച് നമുക്ക് കുറയുമ്പോഴത്തേനും വ്യൂസും കുറയുന്നുണ്ട്. 1000, 1500, 2000 ഒക്കെ വ്യൂസ് പോയോടത്ത് ഇപ്പോൾ വന്ന് 70, 100 കഷ്ടിയാവണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വീഡിയോ ഞങ്ങളിടും. ഞങ്ങളുടെ ഇതുപോലത്തെ ഓരോ ദിവസം ഞങ്ങളുടെ കുക്കിങ്, ഞങ്ങളുടെ യാത്രകൾ എല്ലാം എന്ത് ചെയ്യും, വീഡിയോ ഇട്ടിട്ട് ഞാൻ വരും. ഉടനെ തന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് പോയി അവിടുന്ന് സാധനമൊക്കെ എടുത്ത് ഇങ്ങി വരും.